ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞാൻ ഗ്രേസ്. നമുക്കൊന്ന് തുന്നണ്ടേ? നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തുന്നണം. അപ്പോൾ കുറേ നാളായല്ലോ ഞാൻ ഇങ്ങനെ തുന്നണ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു തുന്നാന്ന്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തുടക്കം തൊട്ട് അവസാനം വരെ എന്തായാലും ഞാൻ കാണിക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. നോക്കാം സക്സസ് ആവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ട്രൈ ചെയ്യും. ഹലോ, അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുന്നാം. അപ്പോൾ ഞാനിവിടെ ആസ് യൂഷ്വൽ നമ്മുടെ ഹൂപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 12 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. പിന്നെ നമ്മുടെ ഇത് പോപ്ലിംഗ് ക്ലോത്ത് എന്ന് പറയും, കടകളിലൊക്കെ കിട്ടും. അപ്പോൾ ഞാനത് ആദ്യം ഫിറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ പാറ്റേൺ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ നെയിം ഡേറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ലവിൻ്റെ ഒരു ഫ്രെയിമിൽ ബ്രൈഡും ഗ്രൂമും നിൽക്കുന്നതാണ് ഫോട്ടോ വരുന്നത്. അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ തുന്നുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ ആ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോയിൻ വെച്ച് വരയ്ക്കുന്നത്. വേറെ സ്കെയിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ തൽക്കാലം ഞാൻ കോയിൻ വെച്ച് വരയ്ക്കുന്നത് മാത്രം. അങ്ങനെ നമ്മുടെ വരച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. പേര്, ഡേറ്റ്, പിന്നെ ലവ്, പെണ്ണും ചേക്കണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തുന്നി തുടങ്ങാം. ഇതുവരെ പിന്നെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി തുന്നാം. ഫസ്റ്റ് ഞാൻ തുന്നാൻ പോകുന്നത് ഈ ഒരു ഹാർട്ടാണ് കേട്ടോ. അപ്പോൾ ഹാർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ റെഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഹാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ആ ഒരു പേരും കൂടി നമുക്ക് തുന്നാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ അല്ല, ഒരു മെറൂൺ, ഡാർക്ക് മെറൂൺ ഷെയ്ഡിലൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. എപ്പോഴും ബ്ലാക്കാണ് ഞാൻ ചെയ്യാറ്. എന്തായാലും കുറച്ച് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഡാർക്ക് ബ്രൗൺ രീതിയിൽ എടുത്തിട്ടുള്ളത്. നമുക്കത് ഫുൾ ഫിനിഷ് ചെയ്യാം. അങ്ങനെ പേര് തുന്നി കഴിഞ്ഞു. ഇനി നമുക്ക് ഡേറ്റ് തുന്നാം. ഞാൻ ബ്ലാക്ക് നൂല് വെച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി നമ്മുടെ മറ്റേ ഫ്രെയിം, നമ്മുടെ ലവിൻ്റെ ആ ഒരു ഫ്രെയിമിൽ അവർ പറഞ്ഞിട്ടുള്ള ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് റോസ്, ലൈറ്റ് റോസ്, ആ ഒരു കോമ്പിനേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ആ ഒരു ബേസ് ഫുൾ ആ ഒരു റോസ് ത്രെഡ് വെച്ച് ഞാൻ തുന്നാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഓരോ റോസ് വീതം ഞാനിങ്ങനെ തുന്നി ഫില്ലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രെയിം. നമ്മൾ ബേസ് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വലിയൊരു റോസാണല്ലോ നമ്മൾ തുന്നുന്നത്, അതിൻ്റെ ഹാഫ് വരെ നമ്മൾ ഡാർക്ക് റോസും ബാക്കി ഭാഗം നമ്മൾ ലൈറ്റ് റോസ് വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്ലവർ മൊത്തം നമ്മൾ തുന്നി കഴിഞ്ഞു. ഈ നമുക്ക് ലീഫിന് എനിക്ക് 3 തരം ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. കാരണം ഇത് ലൈറ്റ് കളറാണല്ലോ, അതുകൊണ്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എല്ലാ ലീഫും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ബ്രൈഡിൻ്റെ ആ ഒരു ഹെയറിൻ്റെ ഭാഗം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അതിൽ ബൊക്കെ അവർ കളറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ഗ്രൂമിൻ്റെ ഹെയറിൻ്റെ ഭാഗം നമ്മൾ ത്രെഡ് കൊണ്ട് തുന്നാണ് ചെയ്തത്. പെയിൻ്റ് അടിക്കുന്നൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല. ഞാൻ ആ ഗ്രൂമിൻ്റെ ഡ്രസ്സ് പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് കൊണ്ടാണ് ജസ്റ്റ് ഷെയ്ഡ് പോലെ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഞാൻ ചെയ്യുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കുറച്ച് ലാഗായി പോകും. ഓൾറെഡി ലാഗാണ് കുറച്ച്. ഫുള്ള് ഡീറ്റെയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൻ്റേതായൊരു നീട്ടം കൂടല്ലോ വീഡിയോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ സ്കിന്നിൻ്റെ കളറ് നമ്മൾ ആ ഒരു മേല് ഭാഗം സ്കിന്നിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ആ ഒരു പീച്ച് കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്.
ബ്രൈഡിൻ്റെ ഡ്രസ്സ് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ബീഡ്സ് വെച്ച് ചെറിയൊരു ഡെക്കറേഷൻ പോലെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്രൈഡിൻ്റെ പുറകു ഭാഗം നമ്മളതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. വൈറ്റ് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ആ ഒരു പുറം ഭാഗം കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുൾ ഹൂപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് നമ്മൾ തുന്നിയതും കെട്ടിയതും അതിൻ്റേതായ ആ ഒരു ഇത് കാണുമല്ലോ, അതെല്ലാം നമ്മൾ കവർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വേറൊരു തുണി വെച്ച് നമ്മളത് ബാക്ക് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 തുണികളായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് തുന്നി കൊടുക്കാം. നമ്മൾ ഈ ഹൂപ്പിൻ്റെ ബാക്ക് ഭാഗം തുന്നണത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. വേറെ പല രീതിയുണ്ട്. ചിലവരിങ്ങനെ വേറെ കുറച്ച് കട്ടിയുള്ള ബോർഡ് നമ്മൾ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. വേറെ ത്രെഡ് വെച്ച് ഫുള്ള് ഇങ്ങനെ തുന്നാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ചിലർ ബാക്ക് പ്ലെയിൻ ആയിട്ട് ഇടാണ് ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്രെയിമിൽ നമ്മൾ ബീഡ്സും ലേസും വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ കുട്ടികളുണ്ട് എനിക്ക് ആ ലേസ് കട്ട് ചെയ്യാനും ബീഡ്സ് എടുത്ത് തരാനൊക്കെ സഹായിക്കുന്നത്. അവരും എപ്പോഴും എന്നെ സഹായിക്കാറുണ്ട് ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ തുന്നുന്ന സമയത്ത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വുഡിൻ്റെ ഭാഗം കാണുന്നത് മൊത്തം നമ്മൾ ബീഡും ലേസും വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഹലോ, അപ്പോൾ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു എംബ്രോയിഡറി, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഞാൻ എന്തായാലും പിക്ക് എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ വർക്ക്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ബൈ.